വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുമ്പിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടി അണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. സങ്കീർത്തന പുസ്തകം 115 അധ്യായം 12 തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും.
ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മെ ഓർമ്മിച്ചിരുന്നെങ്കിൽ എന്ന് ചില വേളകളിൽ നാം ആഗ്രഹിക്കാറുണ്ട്. ദിവികാരുണ്യനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്ത് ആരും നിന്നെ ഓർമ്മിച്ചില്ലെങ്കിലും, ആരും നിന്നെക്കുറിച്ച് വിചാരിച്ചില്ലെങ്കിലും, ഓരോ നിമിഷവും നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന, നിന്നെ വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടത്തേക്ക് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നിന്റെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവം, നിന്റെ കടബാധ്യതയെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം, നിന്റെ ഹൃദയഭാരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, കണ്ണുനീരോടെയുള്ള നിന്റെ പ്രാർത്ഥനകൾ ശ്രവിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വച്ചു കൊടുക്കാം. ബാറൂക്ക് പ്രവചനം 4-ാം അധ്യായം 21-ാം വചനം പറയുകയാണ്, എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുക്കളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ഹൃദയം തുറന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കർത്താവിന് നമുക്ക് ഈ സമയം സമർപ്പിക്കാം. ഇതെൻ്റെ മോചനത്തിൻ്റെ സമയമാണ്. ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. എന്നെക്കുറിച്ച് വിചാരമുള്ള ദൈവം എൻ്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന സമയമാണ്. എൻ്റെ രോഗത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന സമയമാണ്. ദിവികാരുണ്യനാഥനെ കൺതുറന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ, യേശുവിന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. അതെ, ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്, എന്നെ കരുതുന്നവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്. നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ
നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വചനമാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫ് നാളുകൾക്ക് ശേഷം തൻ്റെ കൂടപ്പിറപ്പുകളെ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വചനമാണ്: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി. മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകളൊക്കെയും നന്മയാക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരെയും കുടുംബത്തിനെതിരെയും തിന്മ പ്രവർത്തിച്ചാലും ദൈവത്തിന് അത് നന്മയാക്കി മാറ്റാൻ കഴിയും. തിന്മ ഒരു ദൈവമകൻ്റെ മകളുടെ ജീവിതത്തിൽ നന്മയായി മാറുന്നത് 4 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. ഒന്ന്, അവൻ നിഷ്കളങ്ക ഹൃദയത്തോടെ തന്നെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കണം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 5-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ഒരിക്കൽ ജോസഫിനൊരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. തനിക്ക് സ്വർഗം നൽകിയ സ്വപ്നം ജോസഫ് കൂടപ്പിറപ്പുകളോട് പങ്കുവെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആനന്ദമല്ല അല തല്ലുന്നത്, പിന്നെയോ അസൂയയും വെറുപ്പുമാണ്. നിഷ്കളങ്കനായ ജോസഫിന് അത് മനസ്സിലാകുന്നില്ല. ജോസഫ് തന്നെ എപ്രകാരമാണോ നോക്കിക്കണ്ടത് അതുപോലെ തന്നെയാണ് തൻ്റെ സഹോദരങ്ങളെയും നോക്കിക്കണ്ടത്. ഇത് വലിയ ഒരു ആത്മീയ വിചാരമാണ്. ഈ നോമ്പുകാലത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ എപ്രകാരം നോക്കിക്കാണുന്നുവോ അതുപോലെയായിരിക്കും കുടുംബാംഗങ്ങളുടെ ജീവിതത്തെയും സുഹൃത്തുക്കളുടെ ജീവിതത്തെയും ഉറ്റവരുടെ ജീവിതത്തെയും നോക്കിക്കാണുക. നിഷ്കളങ്കനായ ജോസഫ് തൻ്റെ കൂടപ്പിറപ്പുകളെയും നിഷ്കളങ്കനായി തന്നെ കണ്ടു. നിഷ്കളങ്ക ഹൃദയത്തോടെ വ്യാപരിക്കുന്നവന് ആര് എന്ത് തിന്മ ചെയ്താലും അത് നന്മയായി മാറുമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. സമൂവേൽ പ്രവചനം 2-ാം പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. മക്കബായക്കാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 60-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ദാനിയേൽ നിഷ്കളങ്കതയാൽ സിംഹവക്രത്തിൽ നിന്ന് രക്ഷ നേടി. സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കും: നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ, ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ഒരു ദൈവമകളുടെ ജീവിതത്തിൽ നിഷ്കളങ്ക ഹൃദയത്തിനുടമയാണോ, ആര് എന്ത് തിന്മ ചെയ്താലും ദൈവം അത് നന്മയാക്കി മാറ്റും. രണ്ടാമത്, ജോസഫിന്റെ ജീവിതത്തിൽ തിന്മ നന്മയായി മാറിയത് ജോസഫ് ദൈവഭയമുള്ള ഒരു മകനായിരുന്നു. പൊത്തിഫറിന്റെ ഭാര്യ അനുനിമിഷം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴും ആ ജഡിക പ്രലോഭനത്തിൽ വീഴാതെ തൻ്റെ ദൈവസ്നേഹം കൊണ്ട് അവൻ അതിനെ അതിജീവിച്ചു. ദൈവഭയമെന്നാൽ ദൈവം എപ്പോഴും എന്നെ കാണുന്നുണ്ട്, എന്നെ സസൂക്ഷ്മം
എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നു. ഈ ഒരു ബോധ്യമാണ്, അടിയുറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പൊത്തിഫറിന്റെ ഭാര്യ ഉയർത്തുന്ന വഞ്ചന നിറഞ്ഞ കള്ള ആരോപണങ്ങളിലും ജോസഫിന്റെ മനസ്സ് തളരുന്നില്ല. ദൈവഭയമുണ്ടോ സഹോദരാ സഹോദരി? ആര് നിനക്കെതിരെ തിന്മ പ്രവർത്തിച്ചാലും ദൈവം അത് നന്മയാക്കി മാറ്റും. മൂന്നാമത് നമ്മൾ കാണും, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ജോസഫ് ദൈവത്തെ പഴി പറയുന്നില്ല, ദൈവത്തിൽ നിന്ന് അകലുന്നില്ല. ജോസഫ് ഇങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റിപ്പോകില്ല. രോഗാവസ്ഥയിൽ കഴിയുന്ന മകൻ ഇങ്ങനെ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ജീവിതത്തിൽ ദൈവം സമീപസ്ഥനല്ല എന്ന് തോന്നുമ്പോഴും, ഇനി ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് ചിന്തിക്കുമ്പോഴും, എല്ലാം അവസാനിച്ചു എന്ന് നീ വിചാരിക്കുമ്പോഴും, നിന്റെ ആത്മാവിൽ നിന്ന് ഉയരേണ്ട വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണമാണ്, എൻ്റെ യേശുവിന് എൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റില്ല. ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥ അവൻ കാണുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്ന പ്രതിസന്ധി അവൻ കാണുന്നുണ്ട്. അവൻ്റെ തീരുമാനത്തിന് തെറ്റുപറ്റില്ല. ജോസഫിന് ഈ ഒരു ബോധ്യമുണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ കഴിയുമ്പോഴും, എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിയുമ്പോഴും ജോസഫ് സന്തോഷവാനായിരുന്നു. കാരണം ജോസഫിനറിയാം, ദൈവമാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഒടുവിലായി നാലാമത് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നു, ശത്രുവിൻ്റെ തകർച്ചയിൽ ആനന്ദിക്കരുത്. തന്നെ കച്ചവടക്കാർക്ക് വിറ്റ, തൻ്റെ ജീവിതത്തെ പരിപൂർണമായി തച്ചുടച്ച, അസൂയ നിമിത്തം തൻ്റെ വളർച്ചയുടെ സാധ്യതകളെ തല്ലിക്കെടുത്തിയ സഹോദരന്മാർ നാളുകൾക്ക് ശേഷം തൻ്റെ മുമ്പിൽ ആഹാരത്തിനായി കൈനീട്ടുമ്പോൾ അവരുടെ അവസ്ഥയിൽ അല്പം പോലും ജോസഫ് ആനന്ദിക്കുന്നില്ല. ജോസഫ് തിരിച്ചറിയുകയാണ്, ദൈവമാണ് നിങ്ങൾക്ക് മുൻപേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സഹോദര സഹോദരി, വേദനിപ്പിച്ചവര്, നമ്മെ തകർത്തു എന്ന് നാം കരുതുന്നവര്, അവരുടെ നൊമ്പരത്തിൽ അല്പം പോലും ആനന്ദിക്കാതെ കഴിയുന്ന ഒരു സഹായത്തിൻ്റെ കരം നീട്ടാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം ഓർമ്മപ്പെടുത്തുന്നു, ആരെല്ലാം ചെയ്ത തിന്മകളുണ്ടോ, മറ്റുള്ളവർ ചെയ്ത തിന്മകളുണ്ടോ, അതെല്ലാം നിന്റെ ജീവിതത്തിൽ നന്മയായി മാറും. സൗഖ്യപ്പെട്ട ഒരു മനസ്സിൻ്റെ പ്രാർത്ഥനയാണത്. സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു, ദൈവം അത് നന്മയ്ക്കായി മാറ്റി. നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ മുറിഞ്ഞു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം. നാളുകളായിട്ട് നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്നവരുണ്ട്. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഛേദിച്ചു കളഞ്ഞ ബന്ധങ്ങളുണ്ട്. ശത്രുവെന്ന് കരുതി വാതിലടച്ച് പ്രവേശനം നിഷേധിച്ചവരുണ്ട്. അവരെല്ലാം ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അറ്റുപോയ സ്നേഹത്തിൻ്റെ കണ്ണികൾ വീണ്ടും വിളക്കി ചേർക്കപ്പെടട്ടെ. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഈ നിമിഷം വീണ്ടും കൂട്ടി യോജിപ്പിക്കപ്പെടട്ടെ. അറ്റുപോയ ബന്ധങ്ങൾ വീണ്ടും സ്നേഹത്തിൽ ഒന്നിക്കട്ടെ. വിവാഹ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ ആരാധനയിൽ ഈശോ ഇറങ്ങി വന്ന് ചില ബന്ധങ്ങളിലെ തകർച്ചകൾ, തെറ്റിദ്ധാരണകൾ, വെറുപ്പിൻ്റെ മേഖലകൾ, അസൂയയുടെ മേഖലകൾ, ഇവയുടെ എല്ലാം കെട്ടുകൾ ഈ സമയം അഴിക്കട്ടെ. രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക്, നാം ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം. കരമുയർത്തി അധരം തുറന്ന് ഈശോയെ ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന. നിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ. അറ്റുകിടക്കുന്ന ബന്ധങ്ങളിലേക്ക് നിന്റെ സ്നേഹം ഒഴുകട്ടെ. അയൽപക്ക ബന്ധങ്ങളിലേക്ക് സ്നേഹം ഒഴുകട്ടെ. കുടുംബ ബന്ധങ്ങളിലേക്ക് സ്നേഹം ഒഴുകട്ടെ. വിവാഹ ബന്ധങ്ങളിലേക്ക് സ്നേഹം ഒഴുകട്ടെ. ഈശോയേ, ഈശോയേ, നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താലേ, തിരുരക്തത്താലേ, തിരുക്കുരിശിനാലേ കഴുകണമേ. തിരുരക്തത്താലേ, തിരുരക്തത്താലേ, തിരുക്കുരിശിനാലേ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. തിരുമുറിവിനാലേ, തിരുമുറിവിനാലേ, തിരുമുറിവിനാലേ കഴുകണമേ. തിരുമുറിവിനാലേ, തിരുമുറിവിനാലേ, തിരുമുറിവിനാലേ കഴുകണമേ. ഈശോയെ നോക്കി, ഈശോയേ, അധരം തുറന്ന് ഈശോയെ വിളിക്കാം. ഈശോയേ, ഈശോയേ, എന്നെ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ അറ്റുപോയ എല്ലാ ബന്ധങ്ങളും ഈ സമയം സമർപ്പിക്കുക. പ്രത്യേകിച്ച് വിവാഹമോചനത്തിന്റെ വക്കിലായിരിക്കുന്നവര്, ചില വ്യക്തികളോട് നാളുകളായിട്ട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിക്കുന്നവര്, എന്നാലും ഏറെ വിശ്വസിച്ച് കൂടെ നിർത്തിയവര് തന്നെ വഞ്ചിച്ചല്ലോ എന്ന ചിന്തയാൽ വേദനിക്കുന്നവര്, പ്രിയപ്പെട്ടവരാല് പറ്റിക്കപ്പെട്ടതിൻ്റെ നൊമ്പരം വഹിക്കുന്നവര്, ബന്ധങ്ങൾ മൂലം മുറിവേറ്റവര്, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ ആരാധന, സ്നേഹം ഈശോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുക്കുന്ന നിമിഷമാണ്. അറ്റുപോയ ബന്ധങ്ങളിൽ ദൈവം ഇടപെടുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളിൽ, ജീവിത ബന്ധങ്ങളിലെല്ലാം ദൈവം ഈ സമയം ഇടപെടും. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തിൽ ജോസഫും തൻ്റെ സ്നേഹിതന്മാരും തമ്മിലുള്ള കണ്ടുമുട്ടലിനെ നമ്മൾ വായിക്കുന്നുണ്ട്. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. പ്രിയ സഹോദര സഹോദരി, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല.
ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ ആരാധനയിൽ ഉള്ള തുറന്ന് വേദനിപ്പിച്ച സകലരോടും സഹോദര സഹോദരി ക്ഷമ കൊടുക്കാൻ കഴിയുമോ? ഉള്ളുകൊണ്ട് അവരെ ഒന്ന് സ്വീകരിക്കാമോ? കൃപയുടെ ഈ കാലം അനുഗ്രഹത്തിന്റെ കാലത്തിന് വഴിമാറുന്നത് നീ കാണും. ശത്രുക്കളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ കർത്താവിന്റെ മുമ്പിലാണ് ഈ സമയം നീ ആയിരിക്കുക. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് മുറിവേൽപ്പിച്ചവരോട്, വഞ്ചിച്ചവരോട്, വേദന നൽകിയവരോട് ഉള്ളുകൊണ്ട് ക്ഷമിച്ചവരെ അനുഗ്രഹിക്കുക. ഇങ്ങനെ പറയുക, ഈശോയെ, മറ്റുള്ളവർ എന്നോട് തിന്മ ചെയ്തു, പക്ഷെ നീ അത് നന്മയാക്കി മാറ്റി. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഹൃദയം കൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിച്ച യേശുവേ, ക്ഷമിക്കുവാൻ കൃപ എനിക്കേകണമേ. ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിച്ച യേശുവേ, ക്ഷമിക്കുവാൻ കൃപ എനിക്കേകണമേ. ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിച്ച യേശുവേ, ക്ഷമിക്കുവാൻ കൃപ എനിക്കേകണമേ. സാധിക്കുമെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയുടെ ആശീർവാദം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറെ ദാഹത്തോടെ നമുക്ക് ഏറ്റുവാങ്ങാം. ഈശോയേ, 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 എന്നെ കഴുകണമേ. ഈശോയേ, 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 എന്നെ കഴുകണമേ. ഈശോയേ,